നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 49-ാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. എരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുന്ന കുരുടനായ ബർത്തിമായി. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. എരിഹോ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നാം പഠിച്ചാൽ ശാപഗ്രസ്തമായ ഒരു പട്ടണമാണ്. യോശുവയുടെ കാലത്ത് എരിഹോവിനെ ദൈവം നശിപ്പിക്കുവാനായിട്ടിടയായി. ആരെങ്കിലും എരിഹോവിനെ പണിതാൽ അവരുടെ ഭവനത്തിൽ മരണം ആണ് എന്ന് യോശുവ തന്നെ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ശാപം പേറുന്നൊരു സ്ഥലത്ത് ജനിച്ച ഹതഭാഗ്യനായ ഒരു കുരുടനാണ് ബർത്തിമായി എന്ന് പറയുന്നത്. അദ്ദേഹം ജന്മനാ കുരുടനാണ്. സാഹചര്യം കൊണ്ട് മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിച്ച് കഴിയുവാൻ വിധിക്കപ്പെട്ട വ്യക്തി. എന്നാൽ യേശു ആ വഴി വരുന്നു എന്നുള്ളതായ വാർത്തകൾ അദ്ദേഹം കേട്ടു. ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ ശ്രദ്ധ തങ്കലേക്കാകാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പരിതാപകരമായ സാഹചര്യത്തിലായിരുന്നാലും നിലവിളിക്കുന്ന ഒരു അധരം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തുന്നവനാണ്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം തരാൻ ദൈവത്തിന് കഴിയും. എത്ര ബലഹീനമായതിനെയും ശക്തിയുള്ളതാക്കി മാറ്റാൻ, പരാജയപ്പെട്ടതിനെ വിജയത്തിൻ്റെ സോപാനമണിയിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ജന്മം കൊണ്ട് പരിതാപകരമായ സ്ഥലത്താണെങ്കിലും അല്ല, ജീവിത വൈകല്യങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാൻ അനുവദിക്കാതെ വണ്ണം മറ്റുള്ളവരുടെ മുൻപിൽ അവരുടെ ഔദാര്യത്തിൽ കഴിയേണ്ട ഒരു വ്യക്തിയായി നിങ്ങൾ തീരുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ സമാഗതമാകുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങൾ ദൈവം ഒരുക്കുവാനിടയാകും. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന വേളയിൽ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനുള്ള മനസ്സും ആവശ്യമാണ്. ഇവിടെ ബർത്തിമായി ദൈവത്തിൻ്റെ സമയം സമാഗതമായപ്പോൾ ആ സന്ദർശനം തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ഉറക്ക നിലവിളിക്കുകയാണ്. നിരുത്സാഹപ്പെടുത്താൻ പലരുമുണ്ടായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ യേശു നിന്നു. യേശു നിന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. യേശു നിന്നിട്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, അവനെ വിളിപ്പീൻ എന്ന്. നമ്മുടെയും ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കൊരു സമയമുണ്ട്. യേശു നിന്നു, അവനെ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന വ്യക്തികൾ പറയുകയാണ്, ഒന്ന് ധൈര്യപ്പെടുക. ആശയറ്റവനായി, ആശ്രയമറ്റവനായി, ഒന്നിനെയും കാണാനോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തവനായി, ഹതഭാഗ്യനായി കഴിയുന്ന ആ വ്യക്തിയോട് അവർ പറയുകയാണ്, ധൈര്യപ്പെടുക. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ആവശ്യം ധൈര്യപ്പെടുന്നൊരു ഹൃദയമാണ്. ധൈര്യം. യേശു എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാൻ വിളിച്ചാൽ കർത്താവ് നിൽക്കും. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർ പറയുന്നത് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവനല്ല. ആവശ്യബോധത്തോടു കൂടി ആര് നിലവിളിച്ചാലും നിൽക്കുന്നവനാണ് യേശു. ആ യേശു പറയുകയാണ്, നീ ധൈര്യപ്പെട്, ചഞ്ചലചിത്തനാകാതെ, ആകുലതകൾക്ക് അടിമയാകാതെ, അവിവേക പ്രവൃത്തികളിലേക്ക് നീങ്ങാതെ നീ ധൈര്യപ്പെട. ധൈര്യം നമുക്ക് ആവശ്യമാണ്. ധൈര്യപ്പെടുക. 2, എഴുന്നേൽക്കുക. വേദപുസ്തക ചരിത്രം നാം പരിശോധിച്ചാൽ പലരോടും പലപ്പോഴായി ദൈവം പറഞ്ഞിട്ടുണ്ട്, എഴുന്നേൽക്കുക. പരാജയപ്പെട്ട യോശുവയോട് ഒരിക്കൽ പറയുക, നീ ഇങ്ങനെ എന്തിനാണ് നിലവിളിക്കുന്നത്, നീ എഴുന്നേൽക്ക്. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ടിരിക്കുന്ന ഏലിയാവിനോട് ദൈവം ഒരിക്കൽ പറയുകയാണ്, നീ എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്ര പോകാനുണ്ട്. ഇവിടെ തകർന്നു കിടക്കുന്ന ഇടത്ത് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ വണ്ണം മരണം വരെ ചുമക്കേണ്ടതാണ് ഞാനിതെന്ന് ചിന്തിക്കുന്നവനോട് ദൈവം പറയുക, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ എഴുന്നേൽക്ക്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക,
നിന്നെ വിളിക്കുന്നു. നോക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം സമാഗതമായിരിക്കുകയാണ്. സമയം സമാഗതമായതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന പല വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ കേട്ടേക്കാം. എന്നാൽ കർത്താവ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ഷണത്തിലാണ് നടക്കുന്നത്. പിന്നീട് തടയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൽ ധൈര്യപ്പെടുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും ദൈവപ്രവൃത്തിക്ക് സാക്ഷികളാകുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.